ജനനായകൻ ദളപതി വിജയുടെ കരിയറിലെ ഏറ്റവും അവസാനത്തെ സിനിമ. ചെറുപ്പം തൊട്ടേ വലിയൊരു ഫാനാണ്, ആരാധകനാണ്, സ്വന്തം അണ്ണനെ പോലെയാണ് കരുതുന്നത്. അങ്ങനെയുള്ള ദളപതി വിജയ് ഇനിയൊരു സിനിമ അഭിനയിക്കുന്നില്ല എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. ഈ ജനനായകൻ എന്ന് പറയുന്ന സിനിമ ഒരുപാട് പ്രതിസന്ധികളെയൊക്കെ നേരിട്ടിട്ട് ജനുവരി 9 ഇറങ്ങേണ്ട ഒരു സിനിമയായിരുന്നു, ഇപ്പോഴാണ് റിലീസാവുന്നത്. ബട്ട് ഇതൊരു പെർഫെക്റ്റ് സെൻഡ് ഓഫ് മൂവി ആണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലുമല്ല. ഇറ്റ്സ് എ ഡീസന്റ് ഫ്ലിക്ക് എന്ന് ഒറ്റ വാക്കിൽ പറയാനാണെങ്കിൽ അങ്ങനെ പറയാൻ പറ്റൂ. തിയേറ്ററിൽ വലിയ ബോറടിയൊന്നുമില്ലാതെ ഇങ്ങനെ കണ്ട് എൻജോയ് ചെയ്തിരിക്കാം. വിജയുടെ സ്ക്രീൻ പ്രസൻസും പിന്നെ അനിരുദ്ധിന്റെ മ്യൂസിക്കും ഒക്കെ ചെയ്യുന്ന സമയത്ത് കുറേയധികം സീനുകളിൽ നല്ല എലവേഷൻസും നല്ല മാസ് മൊമെന്റ്സും ഒക്കെ കിട്ടുന്നുണ്ട്. ബട്ട് ഓവറോൾ ഈ പടം കണ്ടിറങ്ങുന്ന സമയത്ത് അടിപൊളി ഒരു പടം കണ്ടു, വിജയുടെ കരിയറിൽ ഒരു മികച്ച സിനിമ കണ്ടു എന്നുള്ളൊരു ഫീൽ ഒരിക്കലും ഇവനൊരു ആരാധകന് പോലും കിട്ടാൻ സാധ്യതയില്ല. പിന്നെ കമ്പയർഡ് ടു സം അതർ പ്രീവിയസ് മൂവീസ് ഈസ് ഡൺ, അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ചുകൂടെ ബെറ്റർ ആണ്, തിരക്കേടില്ല എന്നൊരു തോന്നലും വരാൻ സാധ്യതയുള്ളൂ. പ്രത്യേകിച്ചും വാരിസ് അല്ലെങ്കിൽ അതിന് മുമ്പൊക്കെ ഇറങ്ങിയിട്ടുള്ള ഭൈരവ അങ്ങനെയുള്ള സിനിമകളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇവൻ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള ഗോട്ട് ആണെങ്കിൽ പോലും അതിനേക്കാളൊക്കെ കുറച്ചുകൂടെ മെനയായിട്ട് വൃത്തിയായിട്ട് ഈ ഒരു സിനിമ ചെയ്തിട്ടുണ്ട്. ഇതിൽ എനിക്കൊരിക്കലും ഇതിന്റെ ഡയറക്ടറിനെ ഒരു തരത്തിലും കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം അദ്ദേഹത്തിനെ ഈ ഒരു സ്ക്രിപ്റ്റ് ചെയ്യാനായിട്ട് സമീപിച്ചത് വിജയാണ്. ഭഗവന്ത് കേസരി എന്ന് പറയുന്ന തെലുങ്ക് ബാലയ്യ സിനിമയുടെ ആ ഒരു പടം എടുത്തു വെച്ചിട്ട് ഇത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിലൊന്നും ചെയ്യാൻ പറ്റുമെന്നായിരുന്നു ചോദിച്ചത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ എൻഡ് ഓഫ് ദ ഡേ ഇവരൊക്കെ പണിയെടുക്കുന്നത് പൈസയ്ക്ക് വേണ്ടിയാണ്. അപ്പോൾ എച്ച് വിനോദിന്റെ മുമ്പിലേക്ക് അങ്ങനെ ഒരു ഓഫർ വരുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഒരു വിജയ് പടത്തിന്റെ സംവിധായകനായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് കിട്ടാൻ പോകുന്ന റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് അദ്ദേഹം മറ്റു ചില സിനിമകളിൽ ചിലപ്പോൾ ഒരു 5-6 സിനിമ ചെയ്താൽ കിട്ടുന്ന പൈസ ആയിരിക്കും ഈ ഒരു പടം ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നോ പറയാൻ സാധിക്കില്ല. നമ്മളതിന് ചിലപ്പോൾ അങ്ങനെ നോ പറയില്ലല്ലോ. അത്രയും നല്ലൊരു ഓഫർ, പ്രത്യേകിച്ചും പുള്ളിയുടെ ലാസ്റ്റ് പടം എന്ന് പറയുന്ന ഒരു പ്രിവിലേജും കൂടെ കിട്ടും, പ്ലസ് ഈ പറഞ്ഞതുപോലെ വലിയ റെമ്യൂണറേഷൻ കിട്ടുന്ന സാഹചര്യത്തിൽ അത് നോ പറയാനുള്ള സാധ്യത വളരെ കുറവാണ്. എങ്കിൽ പോലും ഭഗവന്ത് കേസരി നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, ബാലയ്യ യൂണിവേഴ്സിൽ പെടുന്നൊരു പടമാണ്. ഓവർ ദി ടോപ്പ് ആക്ഷൻസും സ്ക്രീൻ പ്ലേ ഒക്കെയാണ് അതിനകത്തുള്ളത്. പക്ഷെ അത് ഒരു പരിധി വരെ ഒന്ന് ഗ്രൗണ്ടഡ് ആക്കി തമിഴ് ഓഡിയൻസിന് അല്ലെങ്കിൽ നമ്മുടെ സൗത്ത് ഇന്ത്യൻ മറ്റ് സംസ്ഥാനങ്ങളിലെ ഓഡിയൻസിനൊക്കെ തന്നെ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ലെവലിലേക്ക് അതിന്റെ സ്ക്രീൻ പ്ലേ കൊണ്ടുവന്നിട്ടുണ്ട്. എക്സെപ്റ്റ് ഫ്യൂ ക്ലൈമാക്സ് രംഗങ്ങളിൽ വരുന്ന ചില സീക്വൻസുകൾ ഒഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു പടത്തിൽ വരുന്ന ഒരുപാട് കാര്യങ്ങളെ ഒന്ന് ഗ്രൗണ്ടഡ് ആക്കി വിജയുടെ ടൈപ്പിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. പ്ലസ് ഇതിനേക്കാളൊക്കെ ഉപരി എച്ച് വിനോദിനുള്ള പ്രധാനപ്പെട്ട മറ്റൊരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് വിജയുടെ പൊളിറ്റിക്കൽ എൻട്രിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മെസ്സേജിങ് ഈ ഒരു സിനിമയിലൂടെ വരണം. കാരണം ഇത് ഇലക്ഷന് മുമ്പ് റിലീസ് ആവേണ്ട പടമാണ്. വിജയ് ഓൾറെഡി കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇലക്ഷന് വേണ്ടിയിട്ട്. അതിൻ്റെ കൂടെ ഈ പടം കൂടെ റിലീസ് ആകുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു എക്സ്ട്രാ മൈലേജ്, പ്രത്യേകിച്ച് സ്ത്രീ ഓഡിയൻസിനിടയിൽ കിട്ടുന്ന ഒരു എക്സ്ട്രാ മൈലേജ്, അത് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ കരിയറിനെ ഹെൽപ്പ് ചെയ്യും, വോട്ടായിട്ട് മാറും എന്നൊക്കെയുള്ളൊരു പ്രതീക്ഷ തീർച്ചയായിട്ടും വിജയ്ക്കും ഉണ്ടായിരിക്കും. അത് ആ ഒരു എക്സ്പെക്ടേഷനിൽ റൈറ്റ് ചെയ്യണമെന്നുള്ളത് എസ് വിനോദിനുമുള്ളൊരു പ്രഷറാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട 2-3 ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഒന്നെന്തൊക്കെയാണ്? ഈ പറഞ്ഞതുപോലെ ഒരു തെലുങ്ക് പടം, ബാലയ്യ പടത്തിനെ വിജയുടെ ഫോർമാറ്റിലേക്ക് കൊണ്ടുവരണം. 2, പൊളിറ്റിക്കൽ മൈലേജ് കൊടുക്കണം. 3, ഇതിനകത്ത് മെയിനായിട്ട് സംസാരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 2 പ്ലോട്ടുകളുണ്ട്. ഒന്ന്, ഒരു അച്ഛൻ മകൾ ബന്ധം അല്ലെങ്കിൽ വുമൺ എംപവർമെന്റ് എന്ന് പറയുന്ന ഒരു സാധനം. അതുപോലെ തന്നെ പൊളിറ്റിക്സ്. ഇതിനകത്ത് എസ് വിനോദ് എന്ന് പറയുന്ന ഒരു ഡയറക്ടർ സ്വഭാവമായിട്ട് അദ്ദേഹം ചെയ്തിട്ടുള്ള സിനിമകൾ നോക്കി അറിയാം, അദ്ദേഹം ഈ സോഷ്യൽ ഇഷ്യൂസിനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള പടങ്ങൾ എടുത്തിട്ടുള്ള ആളാണ്. അപ്പോൾ നേർക്കൊണ്ട പറവേ അത് റീമേക്ക് പടമാണെങ്കിൽ പോലും അതൊരു സോഷ്യൽ ഇഷ്യൂ ആണ്. അതുപോലെ തുനിവാണെങ്കിലും വലിമയാണെങ്കിലും ഒക്കെ തന്നെ അതിനകത്തൊക്കെ സോഷ്യൽ ആസ്പെക്റ്റ് ആണ് അതിൽ വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു ഇൻപുട്ട് കൂടെ അതിനകത്ത് വരണം. അങ്ങനെ ഇത്രയധികം പ്രഷേർഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ഒരു സ്ക്രീൻ പ്ലേ ഉണ്ടാക്കി, എന്നാൽ ഇത് ഓഡിയൻസിന് ഇഷ്ടപ്പെടുകയും വേണം, ഒരു മാസ് എന്റർടൈനർ ആയിരിക്കണം, കൊമേഴ്ഷ്യലി സക്സസ്ഫുൾ ആവണം. അപ്പോൾ ഇത്രയധികം ലോഡഡ് പ്രഷറുമായിട്ടാണ് ഒരു സംവിധായകൻ ഈ പടത്തെ സമീപിച്ചിരിക്കുന്നത്. ഓഫ്കോഴ്സ് അദ്ദേഹത്തിന് സാലറി കോടികളാണ് കിട്ടുന്നത്, അതിനനുസരിച്ച് അദ്ദേഹം പണിയെടുത്തേ പറ്റത്തുള്ളൂ. പക്ഷെ ഞാൻ പറയുന്നത് ഒരു സാധാരണ രീതിയിൽ ഒരു സിനിമ എടുക്കാൻ പോകുന്നത് പോലെയുള്ള ഒരു പ്രഷർ അല്ല ഇവിടെ എസ് വിനോദിനുള്ളത്. അപ്പം ഈ പടം ആ രീതിയിൽ അദ്ദേഹം ഒരു പരിധി വരെ മോശമാക്കാതെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പടത്തിന്റെ പ്ലോട്ട് നിങ്ങൾക്ക് ഓൾറെഡി ഭഗവന്ത് കേസരി കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം. അതൊരു അച്ഛൻ മകൾ ബന്ധമാണ്. കുട്ടീനെ ഒരു ആർമി ഓഫീസർ ആക്കണം എന്ന് പറയുന്ന ആഗ്രഹങ്ങളും അതിനിടയിൽ ഉണ്ടാകുന്ന വില്ലനുമായിട്ടുള്ള കോൺഫ്ലിക്ട്സും പിന്നെ അതിനകത്തേക്ക് ഒരു പൊളിറ്റിക്കൽ ആസ്പെക്ട് കൂടെ വരുന്നു. അപ്പോൾ ഈ പൊളിറ്റിക്കൽ ആസ്പെക്റ്റിനകത്ത് പ്രത്യേകിച്ചും കുറച്ചൊക്കെ ഒന്ന് ഗ്രാൻഡ്യൂർ ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. മറ്റു രാജ്യങ്ങളിൽ നടക്കുന്ന കുറേ സംഭവങ്ങളും അതുപോലെ ഹ്യൂമനോയിഡ്സിനെ വെച്ചിട്ടുള്ള ചില അറ്റാക്കുകൾ, ഡ്രോൺ അറ്റാക്കുകൾ, ബോംബിങ്സ്, വെടിവെപ്പ്, അങ്ങനെയുള്ള പരിപാടികളൊക്കെ വരുന്ന സമയത്ത് കുറച്ചൊക്കെ ഒന്ന് എക്സോസ്റ്റഡ് ആവാൻ സാധ്യതയുണ്ട്, പ്രത്യേകിച്ചും അവസാനത്തെ ഒരു 20 മിനിറ്റ്സിലേക്കൊക്കെ വരുന്ന സമയത്ത്. ബട്ട് ഇതിനിടയിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ മാസ് മൊമെന്റ്സ് വന്നിട്ടുമുണ്ട്. ഇപ്പോൾ തിയേറ്ററിൽ ഞാൻ കണ്ട സമയത്ത് കൃത്യമായ കയ്യടികൾ കിട്ടിയ, ആൾക്കാരൊന്ന് എനർജൈസ്ഡ് ആയ, എലിവേഷനൊക്കെ കിട്ടിയിട്ടുള്ള ഒരുപാട് സീൻസും ഉണ്ടായിട്ടുണ്ട്. ബട്ട് എൻഡ് ഓഫ് ദ ഡേ ഇതാണ് ഒരു പെർഫെക്റ്റ് എൻഡ് ഫോർ എ വിജയ് ഫിലിം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കരിയറിന്റെ ഒരു പെർഫെക്റ്റ് എൻഡിങ് ഇതാണെന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല.
പേഴ്സണലി എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടുള്ള ഒരു വിജയ് മൂവി എന്ന് പറയുന്നത് ലാസ്റ്റ് കത്തിയായിരുന്നു. ഞാനൊരു ഡൈഹാർട്ട് തീവ്ര വിജയ് ഫാനാണ്. വേട്ടക്കാരൻ മുതൽ ഇങ്ങോട്ട് എല്ലാ സിനിമകളും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ പോയി കാണുന്ന ഒരാളാണ്. അതിൽ എനിക്ക് പേഴ്സണലി ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടുള്ള, ഞാൻ മനസ്സ് നിറഞ്ഞിറങ്ങിയിട്ടുള്ള സിനിമ കത്തിയായിരുന്നു. അതിനുശേഷം ഹിറ്റായ പടങ്ങൾ ഒരുപാടുണ്ട്. തെറി, മെർസൽ, അതുപോലെ തന്നെ ഈവൻ ബിഗിൽ വാസ് ഓൾസോ ഹിറ്റ്. ലിയോ എനിക്ക് നല്ലൊരു തിയേറ്റർ വാച്ച് ആയിരുന്നു. മാസ്റ്റർ വാസ് ഓൾസോ ഗുഡ്. ഈ പടങ്ങളൊക്കെ കുഴപ്പമില്ല, പക്ഷെ എവിടെയോ എന്തോ മിസ്സിങ് ആണ് അല്ലേ. പ്രത്യേകിച്ച് ലിയോ ഫസ്റ്റ് ഹാഫ് അതിഗംഭീര ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫിൽ അവിടെ ഒരു 20 മിനിറ്റ് 30 മിനിറ്റ്സ് ലെറ്റ് ഡൗൺ ആയി, പടത്തിൻ്റെ ആ ഫ്ലോ മൊത്തം നശിപ്പിച്ചു. ബട്ട് സ്റ്റിൽ ലിയോ ലാസ്റ്റ് ഇറങ്ങിയിട്ടൊരു 5 പടം എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും ബെസ്റ്റ് ലിയോ തന്നെയാണ്. കമ്പയർഡ് ടു ഗോട്ട്, വാരിസ് അങ്ങനെയുള്ള പടങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ജനനായകൻ ഈസ് ഫാർ ഫാർ ബെറ്റർ. ഒരു തരത്തിലും നമുക്ക് അതുമായിട്ടൊന്നും കമ്പയർ ചെയ്യാനേ സാധിക്കില്ല. ബട്ട് ഐ ഫീൽ കത്തി വാസ് ദ പെർഫെക്റ്റ് എൻഡ് ഫോർ വിജയ്. യാർ പെത്ത മകനോ എന്ന് പറയുന്ന പാട്ട് യേശുദാസിന്റെ വോയിസിൽ വിജയ് നടന്നു വരുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ കരിയറിലെ പെർഫെക്റ്റ് എൻഡ്.